നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും വളർത്തിയ നമ്മുടെ സ്വന്തം പ്രോഗ്രാമായ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് സിദ്ദിഖ് സർ, മാമുക്കോയ സർ, നാദിക, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു ചോയ്സ് ആണ്. എനിക്കൊന്നും നമ്മുടെ തന്നെ ചോയ്സ് ആണ് ടു ബി ഹാപ്പി ഓർ നോട്ട്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ചോയ്സസ് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ഓപ്ഷൻസ് തരും. അതിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. പക്ഷെ അതിന് റീസൺ തരണം, ലൈക്ക് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു വാം അപ്പ് സെഷൻ എന്ന് വേണേൽ പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, രാംജി റാവു, ഇത് മൂന്നിൽ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാണ്, എന്തുകൊണ്ട്? നാദിക. ഗോഡ് ഫാദർ. എന്തുകൊണ്ട്? അത് മലയാള സിനിമയുടെ ഡിക്ഷണറികളിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണല്ലേ. ഓക്കെ, സിദ്ദിഖ് സർ. എനിക്ക് മൂന്ന് സിനിമയും എൻ്റെ തന്നെ സിനിമയാണെങ്കിലും എനിക്ക് മാനസികമായിട്ട് അടുപ്പമുള്ളത് രാംജി റാവു സ്പീക്കിംഗ് ആണ്. എന്തുകൊണ്ട്? നമ്മുടെ തുടക്കം മൂത്ത കുട്ടിയോടായിരിക്കും. നമുക്ക് ആദ്യത്തെ കുട്ടിയാണല്ലോ, അപ്പൊ അതിനോടുള്ള ഒരു എന്ന് പറയുന്ന പോലെ രാംജി റാവു ആണ് ഒരു അറ്റാച്ച്മെന്റ്. ബാക്കി രണ്ട് സിനിമകളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെർഫെക്റ്റ് സ്ക്രിപ്റ്റിംഗ് ആണ് ഗോഡ് ഫാദറിന്റെ. ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡായിരുന്നു. ഈ രാംജി റാവു എന്ന് പറയുന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടും. ഞങ്ങളൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്ന് വന്നവരാണ്. അവരുടെ സ്വപ്നങ്ങളായിരുന്നു ആ സിനിമ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിലെ കഥാപാത്രങ്ങളെ ഇഷ്ടമാണ്, ആ സിനിമയും ഇഷ്ടമാണ്. മാമുക്കോയ സർ. രാംജി റാവു സ്പീക്കിംഗ്. എന്തുകൊണ്ട്? ഈ എല്ലാത്തിനേക്കാളും കൂടുതൽ മനുഷ്യന്റെ ലൈഫ് ടച്ച് ചെയ്യുന്ന സിനിമ രാംജി റാവു ആണ്. അതിൽ കണ്ണീരും പുഞ്ചിരിയും ഒക്കെ ഇടകലർന്നിട്ടുള്ള അവസാനം വരെ ഓരോ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന ഏക സിനിമയാണ് രാംജി റാവു. യെസ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. കിലേരി അച്ചു, ഗഫൂർ ക ദോസ്, കുഞ്ഞിക്കാദർ, ഏതായിരിക്കും ഫേവറേറ്റ് ക്യാരക്ടർ, എന്തുകൊണ്ട്? സാറിനോടാണ് ഞാൻ ആദ്യം ചോദിക്കാം. എനിക്കിഷ്ടം ഗഫൂർക്കാണ്. ഗഫൂർക്ക ഭയങ്കര തരികിടയാണ്, പക്ഷെ ഭയങ്കര ഇന്നസെൻസ് ഉള്ള ആളെ പോലെയാണ് പെരുമാറുന്നതും പറയുന്നതും. അവരെ പറ്റിക്കുന്നതിന് ഒരു കണക്കുമില്ല. അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, അവരെ കയറ്റി വിടുന്നു. അതാണ് ഫേവറേറ്റ്. ഓക്കെ, മാമുക്കോയ സർ, ഏതാണ് ഫേവറേറ്റ്? എന്റെ അഭിപ്രായം മൂന്ന് ക്യാരക്ടേഴ്സ് ഒന്ന് തന്നെയാണ്. കാരണം മൂന്നും തട്ടിപ്പ് തരികിട. അതിൽ മൂന്ന് സ്റ്റൈലിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഗഫൂർ ഖാൻ എന്ന് പറഞ്ഞത് മറ്റേ വളരെ കുറച്ചുള്ളൂ. ഞാൻ സിനിമയിൽ 3 സീനേറ്റേ ഉള്ളൂ. പക്ഷെ അതില് ത്രൂ ഔട്ട് അഭിനയിച്ച നായകനേക്കാൾ പേര് എനിക്കാ. ആ കഥയിൽ ഞാൻ ഇല്ലാത്തപ്പോഴും എന്നെ പറ്റി പറഞ്ഞു കഥാപാത്രം വലുതായില്ല. ഗഫൂർക്ക പറഞ്ഞ പോലെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ മൊത്തം കൊണ്ടുപോയി. ഒരു ഇടയ്ക്ക് വന്ന് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വന്ന് ഒരു 3 സീനിൽ വന്ന് പോയിട്ട് ആ സിനിമ കഴിഞ്ഞിറങ്ങുന്നവരുടെ മനസ്സിൽ ഗഫൂർക്ക. പിന്നെ അത് മാത്രമല്ല, മാമുക്കാനെ പലപ്പോഴും ഗഫൂർക്ക എന്ന് പറയും. ശരിക്കും ആ ക്യാരക്ടർ വെച്ചിട്ടാണ് ഫസ്റ്റ് സാധാരണ സിനിമ പ്രേക്ഷകൻ പെട്ടെന്ന് മനസ്സിലാവും. ആ ക്യാരക്ടർ നെയിമാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഗഫൂർ ക ദോസ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി വരുന്നത് 3 സോങ്സ് ആണ്. 3 സോങ്സ് 1 by 1 നമ്മൾ പ്ലേ ചെയ്യാമേ. ഓക്കെ, റെഡി? ഇത് കളിക്കണം, പടക്കണം, ഒരു പടക്കണം, കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ. 3 സോങ്സ് ഏതായിരിക്കും ഫേവറേറ്റ്, എന്തുകൊണ്ട്? സിദ്ദിഖ് സർ. 3 സോങ്ങിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഇതില് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സോങ്ങാണ് കണ്ണീർ കായലിലെ. മറ്റത് കളിക്കളം എന്നുള്ള സോങ് ആക്ച്വലി അത് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. അന്ന്
അന്ന് എസ് ബാലകൃഷ്ണന്റെ വളരെ അടുത്ത സുഹൃത്താണ്. എസ് ബാലകൃഷ്ണന് വേണ്ടിയിട്ട് അന്ന് റഹ്മാൻ വന്നിട്ട് അങ്ങനെ കീബോർഡ് മാത്രമേ ഉള്ളൂ ആ സിനിമയ്ക്ക്, മൊത്തം ഓർക്കസ്ട്ര. വേറെ ഒരു ഓർക്കസ്ട്രയും ഇല്ല. കീബോർഡ് വെച്ചിട്ടാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. പിന്നെ ഏകാന്തചന്ദ്രിക അത് ഒരു ഹ്യൂമറാണ്. അത് ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെയൊക്കെ മാനസികാവസ്ഥയാണ്. അവരുടെ പാട്ടിലൊക്കെ എന്തൊരു സിൻസിയറായിട്ടാണ് പാടുന്നത്. എല്ലാരും നിർത്തിയിട്ടാണ്, ഒരാൾ ലാസ്റ്റാണ് ഒരാളെ നിർത്തുന്നത്. അപ്പൊ അതിന്റെ റെക്കോർഡിങ് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഒന്നിച്ച് നിർത്തണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് മാത്രം ലാസ്റ്റ് അവസാനമായിട്ട് നിർത്താൻ പറഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ ആ ഭംഗി വന്നിരിക്കുന്നത്. എല്ലാരും നിർത്തി കഴിച്ചിട്ടാണ് ഒരാള് നിർത്തുന്നത്. മാമുക്കോയ സാറിന് ഇത് മൂന്നിൽ ഏതായിരിക്കും ഫേവറേറ്റ്? കണ്ണീർ കായലിലേതോ. അതിൽ നേരത്തെ പറഞ്ഞ അതേമാതിരി ഈ പാട്ടിലും ആ ലൈഫും മൊത്തം കിടക്കേണ്ട കഥ. പാട്ട് മൂന്നും നല്ല പാട്ടുകളാണെങ്കിലും ഒരു ഗാനമേള പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഏകാന്ത ചന്ദ്രികയായിരുന്നു ഞങ്ങൾ എടുത്തത്. ഏറ്റവും കൂടുതൽ ഗാനമേളക്ക് പാടിയേക്കുന്ന പാട്ട് അതാണ്. അപ്പൊ അത് തന്നെയാണ്. അത്രയും പാട്ടുകൾ ഉണ്ടായിട്ടും ഞങ്ങള് ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ പാടിയേക്കുന്ന പാട്ട് അതല്ലേ. അതാണ്. അപ്പോൾ പാട്ട് തന്നെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഈ 3 ക്യാരക്ടേഴ്സിൽ മാമുക്കോയ സാർ ഏത് ക്യാരക്ടർ ചെയ്താലായിരിക്കും ഏറ്റവും നന്നാവുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയേണ്ടത്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് കാണാം. ബാഹുബലി, KGF, അന്യൻ. ഇതിൽ ഏതായിരിക്കും മാമുക്കോയ സാറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഫൺ. ഞാൻ 3 ചെയ്യും. പിന്നല്ല, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതെ, അത് ഏതിട്ടാലും ചെയ്യും. എന്റെ അടുത്താണ് കളിന്ന്. പിന്നെ സിദ്ദിഖ് സാർ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അന്യനായിരിക്കും. അന്യൻ. എന്തുകൊണ്ട്? എനിക്ക് എന്തുകൊണ്ടായിരിക്കും? അന്യന്റെ ക്യാരക്ടർ ഈ 2 ക്യാരക്ടർ പോലെയല്ല. ഇതിനകത്ത് വീരസാഹസിക കഥാപാത്രങ്ങളാണ്. മറ്റേതിനകത്ത് അതല്ല. അയാളൊരു വളരെ 2 മുഖം ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ വളരെ സാധുവായിട്ടൊരു ഫേസ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് മാച്ച് ആകുക അന്യനായിരിക്കും. ഒരു ഡയറക്ടറിന്റെ വ്യൂ പോയിന്റ് ആണ്. ഓക്കെ, യെസ്. അന്യൻ. ഓ, ഇക്ക അഭിനയിച്ചിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണെടുത്ത് മാറ്റും, അനിയൻ എന്നാക്കും. നമ്മുടെ എപ്പിസോഡ് കഴിയുന്നില്ല. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കുഞ്ഞു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. നല്ലൊരു കാര്യത്തിനും ഇങ്ങനെ പിന്നാലെ വിളിക്കാതെ വിടമ്മ. ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്. ഞാൻ നല്ല ആലോചിച്ച് ഞാൻ നല്ലൊരു പർവ്വതാരോഹ മലയെ കയറാൻ പോകും. ഞാൻ പോകും. എനിക്ക് പേടിയാ, നീ പോകണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ, ഞാൻ 30-35 കൊല്ലം ഈ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഗതി പിടിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു മല കയറി ഏതെങ്കിലും ഒരു ഹോളിനകത്ത് കയറിയിരുന്ന എനിക്ക് സർക്കാരുണ്ടാവും, ലക്ഷങ്ങൾ തരാനുണ്ടാവും. അതുകൊണ്ട് ഒരു വീട് വെക്കണമെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങണം? ഇതെങ്കിലും ഹോളിൽ കയറിയിരുന്ന സ്പോട്ടിൽ വീടല്ലേ? പൈസ കിട്ടും. നവമാധ്യമങ്ങളിലൊക്കെ ഫേമസ്. അമ്മയ്ക്ക് പറയാം, സെലിബ്രേറ്റ് ചെയ്ത അമ്മയെന്ന് പറയാമ്മ. നിങ്ങൾ എന്തോ പഴം പുഴുങ്ങി വെച്ചോണൊക്കെ ഇരിക്കുന്നത്. ഒന്ന് പറഞ്ഞവനെ മനസ്സിലാക്കും. എടി, അവൻ പറഞ്ഞാ കേക്കത്തില്ല. എന്റെ സ്വഭാവം അവന് കിട്ടിയിരിക്കുന്നത്. സ്വയം അപകടം വിളിച്ചു വരുത്തും. ആര് പറഞ്ഞാലും കേക്കത്തില്ല. സ്വയം പൊട്ടക്കുളത്തി വീണ സ്വഭാവം അവൻ്റെത്. നിങ്ങളേത് പൊട്ടക്കുളത്തി വീണ്? നിന്നെ കെട്ടിയില്ലേ? ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഒരു കുന്ന് കയറിയ പട്ടി അണയ്ക്കുന്ന പോലെ 4 അണയാണ് ചെട്ടി ചുമക്കുന്ന നിങ്ങളുടെ മോൻ ഇപ്പൊ മല കയറാൻ പോകുന്നെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. കയറട്ടെന്ന്. മക്കളെ സാബുഞ്ഞവാ, അച്ഛൻ ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ഇപ്പൊ നിനക്ക് മല കയറേണ്ട ആവശ്യം എന്തിനാണ് പറ? ചോദിക്കണം. ഞാൻ നേരത്തെ ഒന്ന് ലൈഫ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപ ഞാൻ ചോദിച്ചായിരുന്നു. 10 രൂപയെങ്കിലും എനിക്ക് തന്ന. അന്നില്ലായിരുന്നല്ലോ. ഇത് വേണ്ട. ഞാൻ മലയിൽ കയറി ഇരിക്കുമ്പോൾ എനിക്ക് ലക്ഷങ്ങൾ കിട്ടും. എനിക്ക് 10-45 രൂപ 50 ലക്ഷം വരെ മാക്സിമം കിട്ടും. ഞാനിവിടെ ഷൈൻ ചെയ്യും. ഞാനിന്ന് മല കയറി ഇരിക്കും, ഉറപ്പാണ്. ഞാൻ മല കയറി ഇരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും. നിനക്ക് ഭ്രാന്താണ്. അതാ നീ ഭ്രാന്തായിട്ട് അഭിനയിക്കണ. സത്യം പറ. എനിക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞിട്ട് നോക്കളെ, ഏതായാലും നീ ഒരു വഴിക്ക് പോകുന്നതല്ലേ. നെല്ലിക്ക അച്ചാറ്, മാങ്ങ അച്ചാറ്, അണ്ട് രാജാതിപ്പൊടി, ഉണ്ണിയപ്പം, അവലുണ്ട. എടി, നിന്റെ മോൻ എന്തോ ഗൾഫിൽ പോവേണാ? എടി, മല കയറാൻ പോവേണ്. നീ ഇല്ലാത്ത സാധനങ്ങളെല്ലാം കൂടി കുത്തി ചരിക്കി കൊടുത്താൽ മൊത്തം വെയിറ്റാ. ഒന്നും പിന്നെ ഇത് ഇങ്ങോട്ട് അങ്ങ് മോളിൽ കയറണ്ടേ?
വല്ല അബദ്ധത്തിന് എങ്ങനെ ഈ വെയിറ്റ് കൊണ്ട് അവൻ താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോൻ നഷ്ടപ്പെടൂലേ? ഇല്ല അച്ഛൻ നഷ്ടപ്പെടൂല. അച്ഛന് ധൈര്യമായിട്ട് ജനത്തിനോട് പറയാം, ധീരന്റെ അച്ഛനാണെന്ന് പറയാം. എന്റെ അപ്പൂപ്പന് പറയാൻ പറ്റാത്ത കാര്യം അച്ഛന് പറയാം. മരിച്ചടക്കുമ്പോ ഷൈൻ ചെയ്യാം. മക്കളെ വാ. അച്ഛൻ പറയുന്ന വ്യക്തമായിട്ട് കേൾ. ആണെന്നിടയ്ക്ക് മല കയറാനുള്ള മക്കളെ ജീവിതമൊക്കെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. എന്തായാലും നീ പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ഒരു ബലൂൺ വെച്ചോ. എന്തിനാ ബലൂണ്? അഥവാ മക്കൾ അതിന്റെ മോളിൽ കയറിയിട്ട് എങ്ങാനും ചിറക്കി താഴോട്ടെല്ലാം പോവുകയാണെങ്കിൽ ബലൂൺ ഊതി വീർപ്പിച്ചിട്ട് അന്തരീക്ഷത്തിൽ കുറച്ചു നേരമെങ്കിലും തൂങ്ങി കിടക്കാല്ല. അണ്ടത്തരം പറയല്ല അച്ഛാ. അതങ്ങനെയല്ല, അത് പാരച്ചൂട്ട് വേണം. പാരച്ചൂട്ട് ഇട്ടുകൊണ്ട് ഞെരങ്ങി നിനക്ക് മലയിൽ കൂടെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയായിരിക്കും. ആ പാരച്ച് തലയിലൊഴിക്കണല്ല. പിന്നെ ചൂട്ട് ചൂട്ട് പാരച്ചൂട്ട് ചൂട്ട് ചൂട്ട്. മക്കളെ നീ മലയുടെ മണ്ടയ്ക്ക് പൊങ്കാല ഇടാൻ പോകുന്ന എന്തിന്? ചൂട്ടിന്റെ കാര്യം പറഞ്ഞു. എന്നാ ചൂട്ട് കൊണ്ടുക്കോ. 2 തോൽവികൾ എനിക്ക് തന്നെ തന്നല്ല ദൈവമേ. 2 തോൽവികൾ. ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ പോട്ടെ. പണം നിരക്കി എന്നെ മല കയറാം. മക്കളെ നില്ല്, സമാനത നില്ല്. എന്റെ മനുഷ്യ, ഈ ചെറുക്കൻ മല കയറാൻ പോകുന്നു. ഇവനെ രക്ഷിക്കാനുള്ള വകുപ്പിന് നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? നീ സമാനായിട്ടിരി. നമ്മുടെ MLA അയ്യപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണോ? ചിലപ്പോ പാരച്ചൂട്ടോട്ടൊക്കെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എല്ലാവരും കൃത്യം. നീ എവിടെ? ഇങ്ങോട്ട് കയറി പാടി. എടി ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് പാടി. ചുമ്മാ വീട്ടിൽ പോവാം. വീക്ക് വെച്ചാലും പ്രേമ മണ്ണാക്കട്ട. ഇങ്ങോട്ട് വാ, എനിക്ക് ഇന്ന് കാര്യം അറിയണം. സഹദേവാ, ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ദേ നിന്റെ നിൽക്കുന്ന മോനും ഈ കിളി പോലെ ഇരിക്കുന്ന എന്റെ പെൺകൊച്ചിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ പെൺകൊച്ച് കെട്ടിത്തൂങ്ങി ചാവും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ യവന് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. ഈ കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കൂല. അയ്യോ, അതെന്ത് വർത്തമാനാ ചേട്ടാ? ഇവര് രണ്ടുപേരും നിശ്ചയം നടത്തി വെച്ചതല്ലേ. ഇപ്പൊ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യും? എന്റെ ഭാഗീരഥി, നീ എന്തറിഞ്ഞുണ്ടാ പറയണത്? ഈ നാട്ടിലൊക്കെ പറയുന്ന അറിയാമോ? യവന് ഏതോ മല കയറാൻ പോണെന്നോ, ഏതോ പാറയുടെ മണ്ടേ വലിഞ്ഞ് കയറാൻ പോണെന്നോ. യവൻ അങ്ങനെ ഈ വഴുക്കല് പിടിച്ച് കിടക്കുന്ന പാറയുടെ മണ്ടേ വലിഞ്ഞ് കയറി എന്റെ ദൈവമേ, ഇവന്റെ കാല് തെറ്റി താഴെ വിടി എവന്റെ കാറ്റ് പോയാ എന്റെ കൊച്ചിന്റെ ഗതി എന്താവും? എന്റെ മോളെ ജീവിതം വിട്ട് ഒരു കളി എനിക്ക് കളിക്കാൻ വയ്യ. ഒന്ന് കൂളാവ്. എനിക്ക് മല കയറാൻ പോണേ. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഇതാ. മാമ എന്നെ കൂടെ പറഞ്ഞ ഗിഫ്റ്റ് ഞാൻ കാച്ചിന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് കയറ്റിക്കൊണ്ട് പോകും. എനിക്ക് പണ്ടേ നിന്റെ കണ്ണെടുത്താ കണ്ടുകൂടാ ഉള്ള കാര്യം ഞാൻ പറയാം. പ്രശ്നം ഉണ്ടാക്കാതെ എടി ചോദിക്കാൻ. എടി അവന്റെ അടുക്കെ ചോദിക്കാനാണ് പറഞ്ഞത്. ചോദിക്കാൻ ഇങ്ങോട്ട്. ചേട്ടാ നീ ഒന്ന് പറയണ്ട. ഞാൻ പർവ്വതാരോഹണം ചെയ്യും. ഞാൻ മല കയറും. ചേട്ടാ, എനിക്ക് വീട്ടില് സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ പോയാണ്. ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാൻ പോകുമ്പോ നീ എന്നെ പിറകെ ഒന്ന് പിടിക്കല്ലേ. ഞാൻ വന്നിട്ട് നമ്മളെ കല്യാണമൊക്കെ നടക്കും. നിങ്ങൾ മല കയറാൻ ഉറപ്പിച്ചു. അപ്പൊ എന്നെക്കാളും നിങ്ങൾക്ക് മല കയറാൻ ഇപ്പൊ ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അതാണ് വലുത്. അങ്ങനെയാണെങ്കിൽ കൈട്ടണ മോതിരം ഊരിത്താ. എൻഗേജ്മെന്റ് മോതിരോ? എന്റെ അച്ഛന്റെ വാക്ക് ഞാൻ നിൽക്കരുക്കണേ, ഊരിത്താ. അച്ഛൻ പറഞ്ഞതുപോലെ കാര്യം സംഭവിച്ചു കഴിഞ്ഞാലേ എനിക്ക് പറ്റൂല വെള്ള സാരി എടുത്തോണ്ട് നടക്കാൻ. നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ. അപ്പൊ മോതിരം തന്നാ മതി. മോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ മോള് ഞാൻ പറയണേന്റെ അപ്പുറം കാല് വെച്ച അവളെ കാല് ഞാൻ വെട്ടും. അറിയാവോ സഹദേവാ? ഇതോടുകൂടി നമ്മളുള്ള എല്ലാ ബന്ധവും തീർന്നു. ഇനി നീയായി നിന്റെ മോനായി മല കയറേ ചാടേ ഉരുണ്ടടിച്ച് വീടേ ചാവേ എന്ത് വേണോ ചെയ്തോ. നീ പടി. ഒരു മിനിറ്റ്. എന്തോന്നു? എനിക്കൊരു കാര്യം ചേട്ടനോട് ചോദിക്കണം. ചോദിച്ചിട്ട് വാ. അവസാനം ചോദിച്ചിട്ട് വാ. എത്ര അടി പൊക്കമുള്ള മല കേട്ടാ കയറാൻ പോണത്? ഒരു 5000 അടി. 5000 അടി? അത്ര പൊക്കം കാണും. 1.5 അടി പൊക്കമുള്ള എന്റെ വീട്ടിലെ മതിൽ ചാടി നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാൻ വയ്യ. നിങ്ങളാണ് 5000 അടി പൊക്കമുള്ള അങ്ങോട്ട് പോകാൻ പോണതല്ലേ? ശരി, നടക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വരണം. ജീവൻ ഉണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് തരും. അതില്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോകും. വേറെ വല്ല കെട്ടി ജീവിക്കാം. എന്താ സൈഡ് നീ സമാനപ്പെട്. നമ്മുടെ MLA അയ്യപ്പ സാറിനോട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കും. നീ വെയിറ്റ്. അയ്യപ്പൻ കൊയ്യപ്പൻ ആനക്കള്ളൻ. ഞാൻ ഒരല്പം താമസിച്ചു പോയി കേട്ടോ. എന്തോ പറ്റി? ഒരു കല്ലിടിയിലുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവന്റെ കഞ്ഞിലാന്തോ. ഞാനൊരു കക്കൂസിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മെമ്പറിന്റെ പറഞ്ഞിട്ട് നടന്നില്ല. അതുകൊണ്ടാണ് മെമ്പർ പറഞ്ഞായിരുന്നു. കക്കൂസിന്റെ അറിയില്ലേ? നമുക്ക് ശരിയാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. MLA ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാര്യത്തിന് സീരിയസ്നെസ് മനസ്സിലായത് പറഞ്ഞ് മനസ്സിലാക്കി. നീ ഇപ്പോഴേ വെള്ളം കുടിക്കണ്ട. പിന്നെ മല കയറക്കം കേറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട പഞ്ചായത്ത് ലോകം മൊത്തം അറിയാൻ പോയാണ്. എനിക്ക് പോലും എന്റെ പഞ്ചായത്ത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നിന്നോടെ വേണം നമുക്ക് ഈ പഞ്ചായത്ത് അങ്ങ് ഉച്ചസായിൽ എത്തിക്കാൻ. ഞാൻ അവിടെ ചെന്ന ഒരു ഗുഹ കണ്ടാൽ ഫേമസ് ആണ്. അതല്ലേ? അള്ളി പിടിച്ചിരുന്നോളാം. ആ ലഡു കൊടുത്തേ. എല്ലാവർക്കും കൊടുത്തേ. എല്ലാവരും വാങ്ങിച്ചോ. ഞാൻ മല കയറുന്ന സന്തോഷമുണ്ട്.
അല്ലേ? അല്ല മലയാളിയുടെ സന്തോഷം കൊണ്ട് ലഡു കൊടുക്കുകയാണ്. അതൊന്നും അല്ല. ഇവിടെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊന്നും അല്ല കാര്യം. നമ്മുടെ MLA വീട്ടിന്റെ അടുത്തുള്ള മറ്റേ രഘു ഇല്ലേ, 80 ലക്ഷം രൂപ ലോട്ടറി അടിച്ച് ആ വകയില് നമ്മുടെ MLA ചെയ്യുന്ന ചെലവായത്. കണ്ടാ ഇതാണ് നമ്മുടെ MLA. സഹദേവ, നിനക്കറിയാമോ ഈ രഘു എന്ന് പറഞ്ഞവരെ ലോട്ടറി അടിച്ചവൻ? അവൻ കഴിഞ്ഞ MLA ഇലക്ഷനിൽ നിന്നപ്പോ റോഡിൽ ഇരുന്നോണ്ട് പറയുക ആ പര നാറിക്ക് വോട്ട് കൊടുക്കരുതെന്ന്. ആ പറഞ്ഞ രഘുവിന് ലോട്ടറി അടിച്ചപ്പോഴാണ് നമ്മുടെ MLA കണ്ട എല്ലാവർക്കും ലഡു വിതരണം ചെയ്തത്. മോനെ, ഇതാണടാ നല്ല മനസ്സ്. ഇത് കണ്ട് പഠിക്കടാ. നിങ്ങൾക്ക് തലയ്ക്ക് ലോളം ഉണ്ടോ? അതുകൊണ്ടൊന്നും അല്ലെന്ന്. പിന്നെ എടാ, ഈ അടിച്ച ലോട്ടറി ഇപ്പൊ രഘുവിന്റെ ഈ കാണാനില്ലെന്നോ, അത് പെണ്ണുമ്പിള്ള എടുത്ത് കഴിയപ്പോ ഷട്ടിനകത്തിരുന്ന് ചന്നാ പിന്നെ പിരിഞ്ഞു പോയെന്നോ, അതിന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലഡു ഒക്കെ വിതരണം ചെയ്യുന്നത്. പിന്നെ ഇനി ഞാൻ ബിരിയാണി വരുമ്പം, കാര്യം അവൻ റോഡിൽ കൂടെ ചെമ്പരത്തി വെച്ച് കിടക്കുന്ന എനിക്ക് കാണണം. അന്നത്തെ ദിവസം ഞാൻ ബിരിയാണി വരുമ്പം ഉറപ്പാത്. മനസ്സിലായോ? അപ്പൊ നീ വന്നേ, ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഈ മല കയറി മേളിൽ ചെല്ലുമ്പോഴത്തേന് അത്യാവശ്യം ചെയ്യേണ്ടത് നമ്മളെ പാർട്ടിയുടെ കൊടി വേണം അവിടെ കുത്താനായിട്ട്. MLA, ഓ നമ്മുടെ കക്കൂസിന്റെ അല്ല, ആദ്യം മരുമ മല കയറട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ദൂരെ പോരെ. അപ്പൊ നീ വന്നേ, പാർട്ടി ഫണ്ടിലേക്ക് ഒരു 5 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ അവിടെ തരണം. കാര്യം നീ ഇറങ്ങിക്കഴിഞ്ഞാൽ വെച്ചത് കേട്ടവാ, ലക്ഷക്കണക്കിന് രൂപ നിനക്ക് വന്നു തരാൻ 50 ലക്ഷം വരുമല്ലോ. ഓക്കെ, അപ്പൊ അത് ചെയ്തോണം കേട്ടോ. ഇവൻ കയറി കഴിഞ്ഞ ഫേമസ് ആവും. പിന്നെ അവനത് കിഴങ്ങ് മുഴുകാനോ മലയിലോട്ട് കയറുന്നത്. ഒരുപാട് പൈസ കിട്ടും. പിന്നല്ലാതെ എടാ മക്കളെ, നീ ആ മോതിരം മേടിച്ചിട്ടുണ്ട് പോ. നേരത്തെ ഒന്നും വേണ്ടായിരുന്നല്ലോ. നേരത്തെ എന്നെ കടിച്ചു കയറാൻ എന്റെ വിരൽ കടിച്ചു മുറിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരു തമാശ. അപ്പൊ പോയിട്ട് വരാം. എന്റെ ദൈവമേ, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ മോനെ മലയിലേക്ക് പറഞ്ഞു വിടാൻ പോവാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഞാൻ എന്റെ ആങ്ങളയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് പറയുമ്പോ നീ കേൾക്കുമല്ലോ. മാമന്റെ അടുത്ത് എന്തിനാ പറയാൻ പോയത്? അങ്ങേരെ ബ്രില്യന്റ്, ഇന്റലിജന്റ്. ഒരു സെക്രട്ടറിയേറ്റ് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വെറുതെ ഇരുന്നാ മതിയായിരുന്നു. ആ സെക്രട്ടറിയേറ്റ് മുഴുവൻ കൈകാര്യം ചെയ്ത് കൊടുത്തേനെ. അത്രക്ക് ബ്രില്യന്റ് ആള്. ആങ്ങളെ, ഇത് കണ്ടോ? ഇവരെല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ മല പറഞ്ഞു വിടാൻ പോവാ. അവൻ എന്തായാലും പറ്റിയ എനിക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഈ കേട്ടതെല്ലാം ശരിയാണോ? ശരി തന്നെയാ, സംഭവം ശരിയാണല്ലോ. ഒന്ന് പറയാ. നീ ഒന്നടാ, നീ തീരുമാനിച്ചു അളിയൻ പറഞ്ഞിട്ട് ഇവൻ കേട്ടില്ല. അളിയാ കേൾക്കുന്നില്ലെന്നേ. കേൾക്കുന്നില്ല. ഉപദ്രവിക്കരുത്. ചോറ് കൊടുത്താൽ മാത്രം പറ, ചൊല്ലൂടെ കൊടുത്ത് വളർത്തണം. അത് പറ, അത് പറ. ഞാൻ എന്നാലും എനിക്കറിയാം നിങ്ങളൊന്നും പറഞ്ഞാൽ നിൽക്കത്തില്ലെന്നറിയാം. അതിന് ഞാൻ എന്റെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കാവുന്നു. കേറി വാ. അവന്റെ അളിയൻ ബ്രില്യന്റ്, ജീനിയസ്. ഒന്നാമത് ഇവനെ തലയ്ക്ക് ഓളമില്ല. നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അളിയാ, ഞാൻ എല്ലാ കാര്യവും റെഡി ആക്കിയിട്ടുണ്ട്. അയ്യപ്പൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ശാസ്താംപാട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരുണ്ട്. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. ഇവര് ക്യൂ നിന്ന് തൊഴാനുള്ള എല്ലാ സൗകര്യം ഞാൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇവൻ എത്രയും പെട്ടെന്ന് വലയ്ക്ക് പോകണം. അയ്യോ എന്റെ ചേട്ടാ, ഇവൻ ഈ ശബരിമലക്കല്ല പോകാൻ പോകുന്നത്, വലിയ പർവ്വതത്തെ കയറുന്ന കാര്യമാ പറഞ്ഞത്. പർവ്വതത്തെ കയറുന്ന കാര്യം. അപ്പൊ ഞാൻ ഈ 10-30,000 മുടക്കി ഈ സാധനം സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി എന്റെ 30,000 രൂപ കിട്ടും. ഞാൻ 30,000 രൂപ തരാം. പക്ഷെ അവൻ പർവ്വതത്തിലല്ല കയറേണ്ടത്, ശബരിമലക്ക് കയറട്ടെ. അപ്പൊ ഞാൻ തരാം. ശബരിമലക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. എങ്ങനെ ശബരിമലക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. ശബരിമലക്ക് നീ വരത്തില്ലെന്നോ? നിന്നെ ഞാൻ ശബരിമലക്ക് കൊണ്ടുപോകും. അളിയാ, പൊക്കളിയാ ഇവിടെ. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇനി താര വിളയാട്ടമാണ്. ഇന്നെത്തുന്നത് ഒരു ഇന്ത്യൻ മാത്ത് മജീഷ്യൻ ആണ്. അദ്ദേഹം ഇതിന് മുന്നേയും നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. വെൽക്കം ചെയ്യാം വിവേക് രാജ്. ഹായ്, വെൽക്കം ബാക്ക്. അന്ന് നമ്മളെല്ലാവരെയും വന്ന് മാത്സ് ഒക്കെ കാണിച്ച് ഞങ്ങളെ അതിശയിപ്പിച്ചിട്ട് പോയതാണ്. അപ്പൊ വീണ്ടും അതിലും വലിയ നമ്പറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പം വി ആർ റെഡി ഫോർ ദ മാജിക്. യെസ്. ഞാനിപ്പോൾ ജഡ്ജസിന്റെ കയ്യിൽ 3 എൻവലപ്സ് കൊടുക്കുകയാണ്. ഓക്കെ. ജഡ്ജസിന് അതിൻ്റെ അകത്ത് 2 പേപ്പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പ്ലെയിൻ പേപ്പേഴ്സ് ആണ്. ജഡ്ജസിന് മനസ്സിൽ തോന്നുന്ന ഇഷ്ടമുള്ള 2 അക്ക സംഖ്യ, ഇഷ്ടമുള്ള 2 അക്ക സംഖ്യ ആ പേപ്പറിൽ എഴുതാം. 2 പേപ്പറിലും എഴുതാം. അതിൽ ഒരു പേപ്പർ ആ എൻവലപ്പിനകത്തോട്ട് തിരിച്ചു വെച്ചിട്ട് ഗോപികയുടെ കയ്യിൽ കൊടുക്കണം. മറ്റേ പേപ്പർ ജഡ്ജസ്
കയ്യിൽ തന്നെ വെക്കുക. അപ്പൊ രണ്ട് പേപ്പറിലും സെയിം ഡിജിറ്റ്സ് തന്നെ എഴുതണം. സെയിം ഡിജിറ്റ്സ് തന്നെ രണ്ട് പേപ്പറിലും എഴുതണം. ഓക്കെ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗോപിക ആ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്നീഷ്യന്റെ കൈ കൊടുക്കണം. ഓക്കെ. ടെക്നീഷ്യൻ ആ നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആയിരിക്കും സ്ക്രീനിൽ വരിക. ഓക്കെ. ആ നമ്പർ നോക്കിയിട്ട് യു വിൽ ടെൽ ദി എക്സാക്ട് നമ്പർ അല്ലേ? ഓക്കെ, ശരി. ആ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ടായിരിക്കും അവർ എഴുതിയത് ഏതാണ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ ഞാൻ 3 എൻവലപ്സ് തന്നോട്ടെ. അപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാൻ പറയണം. ഇപ്പോൾ അതൊക്കെ എഴുതിയിരിക്കുന്ന നമ്പർ 22 ആണെങ്കിൽ 22 × 22 × 22 ഇതിന്റെ ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അത് ഏതാ നമ്പർ എന്ന് വിവേക് പറയും. ഓക്കെ. അപ്പം ഫസ്റ്റ് നാദിക്കയുടെ നമ്പർ 493039. 79. അയ്യോ, ഞാൻ നമ്പർ പറഞ്ഞൊന്ന് കഴിഞ്ഞൊരു 1 സെക്കൻഡ് പോലെ ടൈം ഉണ്ടായിരുന്നില്ല. 79 കറക്റ്റ് ആണല്ലേ ഇക്ക? അപ്പൊ നമുക്കൊന്ന് അത് നോക്കാം. നാദിക 79 × 79 × 79 പ്ലീസ്. ഓ, അതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ. സിദ്ദിഖ് സാറിന്റെ നമ്പർ ആ സം എത്രയാണ് നമുക്കിപ്പോ നോക്കാം. ഓക്കെ, 970299. സിദ്ദിഖിക്ക് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്പർ 99 ആണോ? ആണോ? അയ്യോ, ഓക്കെ, അത് ചെക്ക് ചെയ്യണം. 99 × 99 × 99 പ്ലീസ്. 99 × 99 ചെയ്യുമ്പോൾ നമുക്ക് 980 എന്ന് കിട്ടും. ഇൻറ്റു 99 ചെയ്യുമ്പോൾ 970299. 970299. സൂപ്പർ. ഓക്കെ, ഇനി മാമുക്കായ സാറിന്റെ നമ്പർ എത്രയാന്ന് നോക്കാം. യെസ്, 438976. 438976. 76 ആണോ? 76 ആണ്. 76 × 76 × 76 പ്ലീസ് ഒന്ന് കാണിക്കും. 76 × 76 5776 ആണ്. 5776 ഇൻറ്റു 76 ചെയ്യുമ്പോൾ 4389. ഇവിടെ എത്തി, ഇതുവരെ എത്തിയില്ല. 438976. ഇത് ഇപ്പോഴെങ്കിലും എത്തുവോ? അവസാനം അവരെത്തി. സൂപ്പർ. ഇനി നെക്സ്റ്റ് വൺ എന്താ? അപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് നാഷണൽ റെക്കോർഡ് കിട്ടിയ ഒരു ഐറ്റം തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആക്ടിന്റെ പേര് പ്രോഗ്രഷൻ എന്നാണ്. അതായത് നമ്മൾ മനക്കണക്കിലെ വിവിധ മേഖലകളിൽ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞൊരു മേഖലയിലാണ് എനിക്ക് നാഷണൽ റെക്കോർഡ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ആക്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് ജഡ്ജസിന്റെ അടുത്ത് നിന്ന് വീണ്ടും 2 ഡിജിറ്റ് നമ്പേഴ്സ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം നാദിർഷയ്ക്ക് അടുക്കുന്നതിനെ തുടങ്ങാം. നാദിർഷയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ പറയണം. 52. അപ്പോൾ ഞാൻ 52 എന്നുള്ള നമ്പറിനെ ഇവിടെ കണ്ടിന്യൂസ്ലി 52ന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പോവുകയാണ്. 52 + 52 നമ്മൾ ചെയ്യുമ്പോൾ അതിനുശേഷം അതിനെ വീണ്ടും ആ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യും. കണ്ടിന്യൂസ്ലി അങ്ങനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ശരിയാണോ എന്ന് നമുക്ക് കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പ് വേണം. തുടങ്ങാം. ജഡ്ജസ് ചെക്ക് ചെയ്തോളേ. 52 104 യെസ് 208 യെസ് 416 യെസ് 832 യെസ് 1664 യെസ് 3328 യെസ് 6656 യെസ് 13312 യെസ് 26624 ഒന്നില്ല. യെസ് യെസ് 53248 യെസ് 106496 യെസ് 212992 ഓ യെസ് 425984 യെസ് 851968 യെസ് 1703936 യെസ് 34077872 ഓ യെസ് 681574 ആ യെസ്. ഈശ്വര, എനിക്ക് വയ്യ. മാമുക്കോയ സർ 72. ഞാൻ ഏറ്റവും സ്പീഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ആണോ ഞാനാണോ ആദ്യം പറഞ്ഞു തരുന്നത്? നമുക്കൊന്ന് ഓക്കെ, അത് ഇപ്പൊ തന്നെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. എന്നാലും നോക്കാം. 72 144 288 576 115 2304 4608 91 184 32 3664 7372 14745 2949 125 8824 1179 46 4996 48 2359 296 4798 592 9437 184 9437 184. ഇവിടെ എത്തിയില്ലേ?
943718 വന്നില്ല കേട്ടോ. 943718. എൻ്റെ അമ്മേ. ഒന്നും പറയാനില്ല കേട്ടോ. കാൽക്കുലേറ്റർ ഒന്ന് മാറ്റി വെക്കൂ പ്ലീസ്. അതിവിടെ വേണ്ട. കാൽക്കുലേറ്റർ ആമായിപ്പോയി. അപ്പൊ ഒരു ഹാർഡായിട്ടുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് 2ാമത്തെ നാഷണൽ റെക്കോർഡ് കിട്ടിയ ഐറ്റമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ചെയ്തത് കണ്ടിന്യൂസ്ലി ഒരു നമ്പർ 3 ജഡ്ജസും പറഞ്ഞ നമ്പർ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ഞാൻ കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അയ്യോ, മൾട്ടിപ്ലൈ ചെയ്യാൻ 2 ഡിജിറ്റ്. ആ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഗുണിക്കുന്നതിനാണ് അല്ലേ? ഓക്കെ, ശരി. 99. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി 99 എന്നുള്ള നമ്പറിനെ 99 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 99 × 99 ചെയ്തപ്പോൾ നമുക്ക് 9801 എന്ന് കിട്ടിയോ? 9801. 99 × 99 9801 into 99 is equal to 970299. Yes. 96059601. Yes. 9509900499. Yes. 941480149401. Yes. 9320653479906999. അയ്യോ, അതെ ആളം തോന്നുന്നു. 92274469442792001. Yes. 913517247483640899. Superb. Yes. 904382075008804490001. Oh yes. 8953825425871644510099. Superb. Yes. 8863848716129280658801. Excellent. Yes. 8775210229989679987852212299. Spentabulous. Yes. 86874 Yeah. 581276897830797369086001. Yes. Marvelous. 8600583546412895359499. Yes. 8514-5775-10965-6396-450-144-1198-401. Oh yes. ഈ ഒരു ആക്ട് വേൾഡിൽ ആദ്യമായിട്ട് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിലൂടെയാണ് എനിക്ക് ഇന്ത്യയുടെ ഗണിതമാന്ത്രികൻ എന്ന പേര് കിട്ടിയത്. ഹിസ്റ്ററി TV ആണ് ആ പേര് തന്നത്. ഹാറ്റ്സ് ഓഫ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതൊന്നും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സൂപ്പർ. സിദ്ദിഖ് സർ, ഇതൊരു എന്താ പറയുക, ഇതൊരു ജീനിയസ് എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ആളാണ്. ഇനിയും വലിയ വലിയ മേഖലകൾ കീഴടക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സിദ്ദിഖ് സർ. താങ്ക് യു സർ. മാമുക്കോയ സർ. ഇതൊരു അപാരമായ കഴിവ്. ചില ആളുകൾ, ചെറിയ കുട്ടികളുണ്ട്, ലോകത്തുള്ള എല്ലാ ഈ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റുമാർ വരും ഒറ്റയായിട്ട് പറയും. അല്ല, അവർ പഠിച്ചിട്ടോ ഓർമ്മയായിട്ടോ അവർക്ക് ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞോളൂ. അതുപോലത്തെ ഒരു സിദ്ധി ഇതാണിത്. അല്ലാതെ കാൽക്കുലേറ്റ് ഇതൊന്നും പറയല്ല. താങ്ക് യു സർ. ദൈവാനുഗ്രഹം ഒരുപാട് ലഭിച്ച ഒരു പ്രതിഭയെ നമ്മൾ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തോട്ട് എല്ലാത്തിലും മാത്സിൽ ഫസ്റ്റ് ആണോ? അതെ, മാത്സിന് നല്ല മാർക്കായിരുന്നു. ആണോ? പക്ഷേ എപ്പോഴും ഈ കണക്കിലെ കഴിവ് വികസിപ്പിച്ചപ്പോഴും ആഗ്രഹം സ്റ്റേജിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ് അഗെയിൻ. ഇനിയും വരണം. ഞങ്ങൾ ഇതുപോലെ പലരും ഇതുപോലെ കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും മാത്സിനോടൊരു ഇഷ്ടമൊക്കെ വരുന്ന കുട്ടികൾക്കായാലും. അപ്പോൾ വീണ്ടും വരിക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. മാമുക്കോയ സർ പ്ലീസ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ആൻഡ് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഗിഫ്റ്റാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര വേണമെങ്കിലും എടുത്താൽ. അപ്പോൾ ഇന്നത്തേക്ക് ഈ ഒരു മജിഷ്യന്റെ ഷോസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇനിയും കണ്ടിന്യൂ ചെയ്യും ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. ഗുഡ് മോർണിംഗ് സാർ. എവിടെ പോയിന്ന്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഞാൻ മാമനെ ഒന്ന് വിളിക്കട്ടെ. വിളിക്ക്. ഹലോ.
മാമ ഞാനിവിടെ ഉണ്ടേ. എത്തിയായിരുന്നോ? ആ എത്തിയായിരുന്നു. മാമൻ എവിടെയാ? ഞാൻ കൊച്ചിയിലുണ്ട്. അതെന്നാ തോന്നിയ ദിവസം നിങ്ങളാ കാണിച്ചേ? നിങ്ങൾ ഞങ്ങളോട് എറണാകുളത്ത് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റ പോയി നിൽക്കുവാണോ? കൊച്ചി എറണാകുളം എല്ലാം ഒന്നാന്ന്. അത് ശരി. അമ്മ ഞങ്ങൾ ഇവിടെ നിൽക്കുവാണ്. കാര്യം എന്താന്ന് വെച്ചാ ഈ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ പരിചയമില്ലല്ലോ സ്ഥലമേ. പക്ഷെ ഇപ്പൊ എവിടെ നിൽക്കുന്ന സ്ഥലം എവിടാ നിങ്ങൾ? ഞാൻ എടി ഇവിടെ സ്ഥലത്തിന്റെ പേരിനടി വൈറ്റില. ആ മാമോ ആ വൈറ്റിലാണ്. വൈറ്റില ഏത് ഹോട്ടലാ? ഒരു മിനിറ്റ് മാമ, ഒരു മിനിറ്റ്. ഇതിന്റെ പേരിനായിരുന്നു ഈ ലോഡ്ജിന്റെ പേര്? പ്രസിഡൻസി. ആ പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസി. പ്രസിഡൻസി. ഒരു മിനിറ്റ്. പ്രസിഡൻസി. ആ മനസ്സിലാവട്ടെ. ആ പ്രസിഡൻസി. ആ മാമനെ മാമനൊരു മീറ്റിംഗിലാ. ആ അപ്പൊ ഉടനെ അങ്ങോട്ട് ഒരു അരമണിക്കൂറാകും മാനോടത്തും. ശരി മാമ. ഈ പരിചയമില്ലാത്ത സ്ഥലമാ. ആ കുഴപ്പമില്ല. എന്തോ പറഞ്ഞു മാമൻ? മാമൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. വരും പറഞ്ഞോ? വരുമെന്ന് പറഞ്ഞു. നോക്കുന്നു. കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ ഏത് ട്രൂപ്പിലാ വർക്ക് ചെയ്യുന്നത്? അല്ല ഏത് ട്രൂപ്പിലാ വർക്ക് ചെയ്യുന്നത്? എന്താ സാർ? അല്ല എന്റെ ഭാര്യ അവിടെ ഇരിക്കാൻ നേരത്തെ എന്റെ ഭാര്യ നോക്കി പാട്ട് പാടേണ്ട കാര്യം. അയ്യോ സാറ് ദാസേട്ടനൊക്കെ പാടാറുണ്ടല്ലോ. ദാസേട്ടൻ പാട്ട് പാടുന്നത് എന്റെ പെണ്ണുമ്പിളുടെ മുഖത്ത് നോക്കിയല്ല പാട്ട് പാടുന്നത്. അവിടെ ഞാൻ നിന്റെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കും. നിനക്ക് ഇച്ചിരി ഇളക്കം കൂടുതൽ. നെകളിപ്പ് എന്നോട് കാണിക്കില്ല കേട്ടോ. സാർ എന്താ സാർ ഇപ്പൊ? നീ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? സാർ ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേക്കും. എത്ര മണിയാകുമ്പോൾ ഇവിടെ വരും? കുളിച്ചിറങ്ങി 8 മണിയാകുമ്പോൾ ഇവിടെ വരും. ഇതിന്റെ ഇടയിൽ നിനക്ക് മുടി ചെയ്യാൻ സമയമില്ലേ? ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് എണ്ണ തൂത്ത് കഴിഞ്ഞാൽ അന്നേരം വീതി വെക്കുന്ന മുടി ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ ഞാൻ ഉഴപ്പെന്ന് നിനക്കറിയോ? സാർ എന്താ സാർ ഈ പറയുന്നത്? ഇതൊക്കെ വേറെ മോശമോ സുഹൃത്തെ? ഇതൊക്കെ വേറെ മോശമാണ്. ചേട്ടാ ഒന്ന് പെണ്ണുങ്ങളെ കാണാത്തോട്ട് ഒന്ന് ചുമ്മാ മനുഷ്യ. അതല്ലല്ലോ ചേട്ടാ സോറി ഏട്ടാ. ചേട്ടാ ഇങ്ങനെ ആയി പോയിട്ടോ. സോറി. ചേട്ടൻ എങ്ങനെയാണ് പറയുന്നത്? ഹോട്ടലാ എന്നെ ഇവിടെ നാളെ കരുതാ പോ മനുഷ്യ. കൊല്ലപ്പോ തൊട്ട് അവന്റെ നോട്ടം അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഈ പുള്ളി എവിടെ പോയി കിടക്കുന്നു? ഒരു മിനിറ്റ് ഞാൻ വിളിക്കട്ടെ. മാമോ എന്റെ പൊന്നു മാമനില്ല എവിടെ പോയി കിടക്കോ? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമെന്നറിയോ? പെട്ടെന്ന് പറഞ്ഞ മാമ ഇവിടെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പറഞ്ഞ മാമ കേട്ടോ. 60? ആ ശരി മാമനിപ്പോ പെട്ടെന്ന് വരുന്നു. ഒന്നും നിങ്ങൾക്ക് ഈ സ്ഥലം കൊണ്ടൊന്നും അറിഞ്ഞിട്ടില്ല. ചുമ്മാ കിടന്നെങ്കിൽ ബഹളം വെക്കുക. നിനക്കൊട്ടുണ്ട് കേട്ടോ. നിനക്കൊട്ടുണ്ട് ഞാൻ തരാം. എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യാൻ ആശം പിടിക്കാൻ. മാമൻ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്നാ ചെയ്യുന്നത്? ബോറടിക്കുന്നു പറഞ്ഞ് മാമൻ ഇങ്ങോട്ട് വരണ്ടേ? ഞാനാണ് എന്റെ കുറ്റക്കാരൻ. മാമനെ വിളിയാണ്. മാമ ഇപ്പൊ എത്തും. ഞാൻ ആദ്യം പറഞ്ഞ കട്ടപ്പനയിലെങ്ങാനും എല്ലാ ലോഡ്ജിലും പോയാൽ മതിയായിരുന്നു. അന്നേരം അവർക്ക് എറണാകുളത്ത് വന്നാലേ അവർക്ക് പറ്റുള്ളൂ. നിങ്ങൾ കാരണം എന്നാ കാണണം? മാഡം ബോറടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇത് വായിച്ചോണ്ടിരുന്നോ? സാർ നീ ഇവിടെ ശരിക്കും പറഞ്ഞു നീ ഇവിടെ ലോഡ്ജ് നടത്തുവാണോ അതോ വായനശാല നടത്തുവാണോ? ഞങ്ങളുടെ ഹോട്ടലിൽ പ്രത്യേകത ഞങ്ങളുടെ ഗസ്റ്റിനോട് നല്ല ആദ്യത്തെ മര്യാദയോട് പെരുമാറുക എന്നുള്ളതാണ്. ആദ്യത്തെ മര്യാദ എന്ന് പറയുന്ന സാധനമാണോ? പെണ്ണുങ്ങൾ വരാൻ നേരത്തെ അവരെ നോക്കി പാട്ട് പാടുക, മുടി ചെയ്യുക, ഇതൊക്കെയാണോ നിന്റെ ആദ്യത്തെ മര്യാദ? എനിക്ക് അറിയാൻ മേലെ ചോദിക്കുമല്ലേ? സാർ ഞാൻ അങ്ങനെ മേഡത്തെ ഒന്നും ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്തതല്ല. അറിയാതെ ഒരു മിനിറ്റ് എന്താ വിളിച്ചേ? സാർ ഇപ്പൊ എന്നെ വിളിച്ചേ സാർ കേട്ടോ. ഇതാണ് മര്യാദ. ഇപ്പൊ ഇദ്ദേഹം കാണിച്ച പോലെ ഒരു മിനിറ്റ് ഇവിടെ വരും. ഞാൻ റജി രാമപുരം. ഞാൻ മറ്റേ കല്ലൊക്കെ എടുത്തിട്ട് പണിയുന്ന ഒരു പരിപാടി. അല്ല സാർ ഞാൻ ഇവിടെ വേറെ പ്രശ്നമുണ്ടേ. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഈ നിൽക്കുന്ന പുള്ളി എന്റെ ഭാര്യ നോക്കി കണ്ണ് കാണിക്കുന്നു, പാട്ട് പാടുന്നു, മുടി അങ്ങനെ ഒരു പ്രശ്നമൊന്നുമുള്ള ആളല്ല. നിങ്ങളുടെ മുന്നിലായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. ഞാനൊന്ന് കൊടുത്തിട്ട് പക്ഷെ അങ്ങനെയല്ല. മര്യാദക്കാരുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എന്റെ ഭാര്യ അറിയണം. സാർ ടൈമില്ല സാർ. ഒരു ടൈമില്ല. ഇതാണ് ആത്മാർത്ഥത. എന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോയാൽ മതി. ഒരു മിനിറ്റ് സാർ ചോദിച്ചിട്ട് ഭ്രാന്താണോ? എനിക്കറിയാൻ പറഞ്ഞു. ഇതാണ് എന്റെ ഭാര്യ. ഇത്ര നാളായിട്ട് കണ്ടിട്ട് ദൈവമേ, ഇത് ഭയങ്കര ഷോക്കായി പോട്ടെ. എനിക്ക് കല്യാണത്തിനും വരാൻ പറ്റിയില്ല. ഞാൻ എന്ത് പറയട്ടെന്നാണ്. കാരണം നിന്റെ സ്വപ്നത്തിലുള്ള ഹസ്ബൻഡ് ഇല്ലേ, എന്താ പറഞ്ഞ നല്ല ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. അങ്ങനെ ഒരാളെ തന്നെ നിനക്ക് കിട്ടിയാടി. ഉറപ്പായിട്ട് അങ്ങനത്തെ ഒരാളെ തന്നെയാണ് കിട്ടിയത്. എവിടെ ഹസ്ബൻഡ്? എവിടെ? എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ഇതെന്റെ ചേട്ടൻ. അയ്യേ അല്ല അയ്യോ സൂചിച്ചില്ലേ? അല്ല എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. നീ പറഞ്ഞ ഓപ്പൺ മൈൻഡ് ആണല്ലേ? ചേട്ടാ ഇതാണ് സജിൻ. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് ക്ലോസ് ഫ്രണ്ട്സ് ചങ്ക് ഫ്രണ്ട്. നീ അവിടെ ഇരുന്നേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കോമഡിയാണ് കേട്ടോ. പണ്ട് ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരില്ല. ഇവിടെ കൊണ്ടുവരുന്ന നോക്കി എന്നിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഞാൻ ഇവിടെ കൈയിട്ട് വരും തിന്നും. അതിന്റെ ഒരു ടേസ്റ്റ് ആണല്ലേ? ഞാൻ കാര്യം ചോദിച്ചു. നിന്റെ വീട്ടിൽ നിന്റെ തന്തയും തള്ള എന്നെ കാണിക്കാൻ വേണ്ടി ഇരിക്കും. അവര് വീട്ടിലൊന്നും ഉണ്ടാക്കൂലേ?
അല്ല ഞാൻ എനിക്കറിയാൻ വേണ്ടി വെക്കും നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാക്കത്തില്ലേ? അതല്ല ഏട്ടാ ഇത് പിന്നെ അവർക്ക് എന്നെ ജോലി എന്നാ? അല്ല ഇത് രസമില്ല. പ്രസവത്തിന്റെ കാര്യം പറയട്ടാ. പ്രസവത്തിന്റെ കാര്യം എല്ലാരും കൂടെ എന്നെ ചതിക്കുമായിരുന്നു. ഇവളുണ്ടല്ലോ ഇവളാരെന്നറിയാമോ? പ്രസവിക്കാന്ന് പറയുന്നത് മൈപ്പീലി എടുത്ത് ഉക്കിൻ്റെ വെച്ച് മൈപ്പീലും പ്രസവിക്കോട്ടോ. മൈപ്പീലും പ്രസവിക്കും. 10 മാസം കഴിയുമ്പോ ഇവള് പ്രസവിക്കുമായിരിക്കും. നീ അങ്ങ് തീരുമാനിക്കുവാണോ? അല്ല നീ അങ്ങ് തീരുമാനിക്കുവാണോ ഇവളങ്ങ് പ്രസവിക്കുക എന്നുള്ള കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? ഇത് എന്റെ ഫ്രണ്ടാണ് കേട്ടോ. മനസ്സിലായി. എന്താ പേര്? ശീതള എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചിക്കു എന്നാണ്. ചിക്കന് ജ്യൂസ് വേണോ? അവർ തിക്ക് ഫ്രണ്ട്സ് അല്ലേ സാർ? ഒരു തിക്ക് ഫ്രണ്ട്സും ഇല്ല. എനിക്കറിയാം എന്റെ പെണ്ണുപിള്ളിക്ക് ഒരു ജ്യൂസ് മേടിച്ച് കൊടുക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എത്ര രൂപ ഒരു ജ്യൂസിന്? 250 രൂപ. എന്നാ ജ്യൂസാണ് അത്? സ്വർണ്ണം കൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഫുള്ള് എന്റെ ചെലവേട്ടാ. ഒന്ന് നോക്കിയോണേ. നിന്റെ ഓശാരം ഒന്നും ഇവിടെ വേണ്ട. നീയോ വല്ലവന്റെ പാത്രത്തിൽ നിന്ന് വാരി തിന്നുവാ. നീ പോ. ഞാനെന്താ കസ്റ്റമർ കൊടുത്തിട്ട് കാണാൻ കേട്ടോ. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. എന്തേലും ആവശ്യം ഉണ്ട്. നമ്പർ എന്താ പറഞ്ഞു പോയതിന്റെ അർത്ഥം എന്നടി? എന്തർത്ഥം? അവനിപ്പോ ആ പറഞ്ഞു പോയതിന്റെ അർത്ഥം എന്നാ? ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണോന്ന്. ചേട്ടാ എന്റെ തിക് ഫ്രണ്ട്സ് ചേട്ടാ, വേറൊന്നുമില്ല. നിന്റെ ഫ്രണ്ട്സ് ഞാൻ വീട്ടോട്ട് നീ വാ കേട്ടോ. നീ വീട്ടോട്ട് വാ. എന്തോ ചേട്ടാ വീട്ടോട്ട് വാ. നീ അതല്ല എടോ കിഴങ്ങ് മാമ താൻ എവിടെ പോയി കിടക്കോ? താൻ എവിടെ പോയി കിടക്കോ? എന്റെ അർജന്റായിട്ട് മാമ ഞാൻ ഇവിടെ നിക്കക്കല്ലില്ല കിടന്നു ഉരുകും അറിയോ? ശത്രുക്കളുടെ നടുക്ക് നിൽക്കുക ഞാൻ. കാർഗിലാണ്. പിന്നെ കുഴപ്പമില്ല. ഒരു വെടിവെച്ചങ്ങ് ചാകുവാണെങ്കിൽ ചാകാമായിരുന്നു. എല്ലാരും കൂടെ ചേർന്ന് എന്നെ പൊട്ട കളിപ്പിക്കാൻ എനിക്ക് എപ്പോഴല്ല മനസ്സിലായത്. 90 മാമനൊരു കാര്യം ചെയ്യും. ഞാനൊരു കാര്യം ചെയ്യാം. മാമന് സാധനമൊക്കെ എടുത്തോണ്ട് ഞാൻ വെളിയിലോട്ട് നിൽക്കാം. ഓക്കെ മാമ. ഓക്കെ. നിനക്കട്ടുണ്ട് കേട്ടോ. നിനക്കട്ടുണ്ട്. ഞാനേ പോയി കാര്യം ഇങ്ങോട്ട്. ഞാൻ പോയി പെട്ടി അല്ല ഇല്ലേ പോ. ആക്ച്വലി മാഡത്തിന് എവിടെയാ പോകേണ്ടത്? ആക്ച്വലി മാഡം എതിലേയും പോണില്ല. ആക്ച്വലി മാഡം പോകുന്നില്ല. ഞാൻ കൊണ്ടുപോകണം. എന്നാ സാറേ പിടിച്ചേ. നീ പോയി പെട്ടി എടുത്തു. ലിഫ്റ്റ് ഉപയോഗിക്കാം. ലിഫ്റ്റ് ഇവിടെ പോകാം. ലിഫ്റ്റ് ഉപയോഗിക്കാം. ആക്ച്വലി ഞാൻ കൊണ്ടുപോകണം കേട്ടോ. എന്റെ ഭാര്യ കൊണ്ടോ എനിക്കറിയാം. മാമനേറ്റ് ഇനി എവിടെ പോയി കിടക്കും. സാർ പേടിക്കണ്ട. ലിഫ്റ്റ് ബ്ലോക്ക് ആയി പോയി. എടാ ഇതല്ല, ഇതിനപ്പുറത്ത് നടക്കും. ഇനി ഇത് ബ്ലോക്ക് ആവും. ഇനി കെട്ടത് ഇടിഞ്ഞ് താഴോട്ട് വീഴും. എല്ലാം നടക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. നിന്റെ നഗരത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. സാർ കൂടുതൽ കിടന്ന് സന്തോഷിക്കൊന്നും വേണ്ട. സാറിന്റെ ഭാര്യ പോയ ലിഫ്റ്റ് അവിടെ ബ്ലോക്ക് ആയി പോയിരിക്കുന്നത്. എന്റെ ദൈവമേ, എന്റെ ഭാര്യോ? എടി കൊച്ചാ, എന്റെ എടോ എങ്ങനെയാണ് തുറക്കാൻ നോക്കണോ? സാർ സമാധാനപ്പെടും. സാർ പ്ലീസ് ബഹളം ഉണ്ടാക്കരുത്. പേടിക്കണ്ട. കൂടെ ഒരാളുണ്ട്. പേടിക്കണ്ട. സമാധാനമേ. ആരാണ്? സാറിന്റെ വൈഫിന്റെ തിക്ക് ഫ്രണ്ടിലെ സജിൻ, അവൻ കൂടെയുണ്ട്. സാർ പേടിക്കണ്ട. എടാ നാറി, എന്റെ കണ്ണൊന്ന് വെട്ടാൻ നോക്കിയിരിക്കുവാർന്നടാ എന്റെ പെണ്ണുമായിട്ട് പറക്കാൻ വേണ്ടിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ടെക്നീഷ്യൻ എന്ന് വിളിക്കട്ടെ. തമ്പിച്ചായ ലിഫ്റ്റ് ബ്ലോക്ക് ആയി. ഒന്ന് പെട്ടെന്ന് വരണം. എടോ നിങ്ങൾ അതൊന്ന് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വെക്കണോ? ഏതും പറഞ്ഞ തീപ്പെട്ടിയും പടക്കം കൂടെ അടുത്തിരിക്കുവാ. എന്റെ പൊന്നെ പേടിക്കുന്ന ആള് വരും. സാറേ ലിഫ്റ്റിലോട്ട് നമുക്കൊന്ന് വിളിക്കാം. ഇത് വലിയ പാളായിപ്പോയല്ലോ. സാറേ വെല്ലുണ്ട്. ഇപ്പം വെല്ലുണ്ട്. ഹലോ. എന്തിനാണ് നീ കിടന്നെ അണയ്ക്കുന്നേ? ശ്വാസം മുട്ടുന്നല്ലോ. എന്റെ ദൈവമേ. ഹലോ. ചേട്ടാ പേടിക്കണ്ട, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. നീ അടുത്ത് നിൽക്കുന്ന എന്റെ ചേട്ടാ പിന്നെ ശ്വാസം മുട്ടുന്നുണ്ടേ. അഥവാ കറങ്ങി വീണ കൃത്രിമ ശ്വാസം ഞാൻ കൊടുത്തോളാം. നിന്റെ താടിയല്ലേ ഞാൻ തല്ലി പൊട്ടിക്കും. ഞാൻ അവിടെ ദേഹത്ത് നീ തൊട്ടിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഇറങ്ങി ഒതുങ്ങുന്നുണ്ട്. ഞാൻ ഈ സാധനം ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. സാർ ഒരു മിനിറ്റ്, അവനില്ലേ കൂടെ? അവനെന്താ പറഞ്ഞു? അവനവൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട. അവന് ഒത്തിരി കൈകാര്യം ചെയ്ത പ്രശ്നമൊക്കെ അവനറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കണ്ട. എടാ അവൻ ഇതുപോലത്തെ കുറെ എണ്ണം കണ്ടു കാണും. പക്ഷെ ഇതിലൊരു എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം അറിയാം നിനക്ക്. എനിക്കെന്റെ ഭാര്യ വേണം. വിളിക്കണോ? ഞാൻ ആലോചിക്കുന്നതേ അവരിപ്പോ ഏത് നിലയിലായിരിക്കും എന്നാ. അതാ ഞാനും ആലോചിക്കുന്നത്. എന്ത് അവരിപ്പോ ഏത് നിലയിലായിരിക്കും? എന്തായാലും സാർ ഒന്നുകൊണ്ട് പേടിക്കണം. ഞങ്ങളുടെ ലിഫ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് അദ്ദേഹം ഭയങ്കര പ്രശസ്തനാ. അദ്ദേഹം വരുന്നു, ചടപടയെന്ന് വന്നു, പെട്ടെന്ന് സാധനങ്ങൾ റെഡിയാക്കുന്നു, പെട്ടെന്ന് ഓപ്പറേറ്റർ റെഡിയാക്കിയിട്ട് ഇവിടുന്ന് പടയെന്ന് പോകുന്നു. പെട്ടെന്ന് പുള്ളിയെ വിളിക്കുക.
സ്ട്രക്കായി സാധാരണ ആരാന്ന് പറഞ്ഞു? ഇത് തമ്പിച്ചായൻ. എടോ ഒത്തിരി ഇതിനെക്കാളും സ്പീഡ് ഉണ്ടല്ലോ. ഈ പുള്ളിയാണോ ചടപടാന്ന് ശരിയാക്കാൻ പോകുന്നു ചാടി ചാടി നിൽക്കുന്നു പറഞ്ഞു? അതെ, ഞാൻ ആദ്യം പോലും പറഞ്ഞിട്ടുള്ളല്ലോ വാഷർ മാറ്റാണെങ്കിൽ ശരിയാവത്തില്ലെന്ന്. എന്നോട് എന്തിനാ പറയുന്നത്? അതെ തമ്പിച്ചായി എന്നതാ ഇത് പെട്ടെന്ന് കാലമായത് ഇങ്ങനെ തുടങ്ങിയിട്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇതെവിടെ പോ? ഇതെവിടെ പോ? ഈ പുള്ളി എവിടെ പോ? ശരിയാക്കട്ടെ. ഇവിടെ ലിഫ്റ്റ് എവിടെയാ? ലിഫ്റ്റ് എവിടെ? പോലും കാണത്തില്ല. എന്റെ ഒരു കണക്ക് പ്രകാരം ഇതൊരു 8ാം നിലയിലാണ് പോയി നിൽക്കുന്നത്. 8ാം നിലയിലാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. എങ്ങനെ നിങ്ങൾ ഇനി 8ാം നിലയിലോട്ട് പോകും? ഞാൻ സ്റ്റെപ്പ് വഴി കയറി പോകും. എന്റെ പൊന്നെ, എന്റെ അറിയാം, എനിക്ക് അവർക്ക് 23ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയതാ. ഇനി അവളെ എന്റെ കയ്യിലോട്ട് കിട്ടുമ്പോ 52 വയസ്സാവും. ഈ സാധനം എന്ത് കാര്യം പോയിട്ട് തിരിച്ചു പറയാനാ? ഈ പറഞ്ഞു ഈ ഹലോ ഹലോ, എന്റെ മാമ നിങ്ങൾ എവിടെ പോയി കിടക്കുവോ മാമ? കൊച്ചത് നീ എവിടാണ്? നീ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാമോ? എടാ കൊച്ച നീ എവിടാന്ന്? നീ മാമ ഞാനല്ല ഈ നിൽക്കുന്നത്. കൊച്ചെ താമസിച്ചു പോയി. കാരണം ഞാൻ കുഴപ്പമില്ല. നിന്റെ പങ്കെത്തി കിഴങ്ങ അവനാണോ? ഞാനല്ല എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുന്നത്. മാമൻ പിറ്റല്ല. മാമൻ പിറ്റല്ല. എന്നിട്ട് പിന്നെ മണക്കുന്നതാ. ഇച്ചിരി ഹോമിയോ മരുന്ന് കഴിച്ചു പോയി. എന്റെ ഭാര്യ ലിഫ്റ്റിൽ കുടുങ്ങി. എന്റെ കൊച്ചു ലിഫ്റ്റിൽ കുടുങ്ങി. എന്നെ പറ്റിയാ സാർ ഒന്നും പറയണ്ട. ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയി. നമ്മുടെ ലിഫ്റ്റിന് ചെറിയ കംപ്ലൈന്റ് ഉള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റയ്ക്കാണോ? ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുണ്ട്. പേടിക്കണ്ട. കൂടെ ആളുണ്ട്. കൊച്ചാ കൂടെ ആളുണ്ട്, പേടിക്കണ്ട. എന്റെ മാമ കൂടെ ഇരിക്കുന്ന ആളാരെന്നറിയോ? അവിടെ ഒരു തിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. അവിടെ ഒരു കാമുണ്ട്, പഴയ കാമുകൾ. അവനും കൂടെ അതിനകത്ത് കയറി നിൽക്കുവോ? കൊച്ചിനെ ലിഫ്റ്റ് ശരിയാണെന്നൊന്ന് നോക്കണോ? അയ്യോ, എന്റെ ഭാര്യ അവൻ പറഞ്ഞു. എന്റെ ഭാര്യ തമ്പിച്ചാൻ പോയി ലിഫ്റ്റ് റെഡിയാക്കിട്ടുണ്ട്. പേടിക്കണ്ട. അവരെ അവിടെ ഇറക്കിയിട്ട് അവർ വല്ല റൂമിൽ റെസ്റ്റ് ചെയ്യുമായിരിക്കും. കൊച്ചേക്കുണ്ട്. ആദ്യ രാത്രിയിൽ എങ്ങാനും പെൺകൊച്ചിന് മാജിക്ക് അറിയാമെന്ന് വല്ലതും പറഞ്ഞു. വാണിച്ചിന്റെ ബൂട്ടി അറിയാൻ പറ്റിയ ഞാൻ നോക്കട്ടെ എന്നാ സംഭവിക്കാൻ പോകുന്നത്. നീ മിണ്ടരുത്. എന്നെ പൊട്ടനാക്കിയിട്ട് രണ്ടും കൂടെ പെങ്ങളെ കൊച്ചാണ്. പെങ്ങളെ തക്കടി പരിപാടിയൊക്കെ ഒപ്പിച്ച് സംഭവം ലിഫ്റ്റ് തുറന്ന് ആളെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇനി ആ ലിഫ്റ്റിൽ കയറിയിട്ട് ആരും ഡോർ അടക്കരുത്. വാഷറിലാണ്ട് തുറക്കാൻ പറ്റത്തില്ല. എന്താ തമ്പിച്ചായ വാഷറും കൂടെ എന്താ റെഡി ആക്കിയിട്ട് ഇറങ്ങിയാ പോരായിരുന്നോ? വാഷർ ഇവിടെ കിട്ടത്തില്ലെന്ന്. അത് ഡൽഹിയിൽ നിന്ന് വരണം. 3 ദിവസം എടുക്കും. ആരും അതിൽ കയറി ഡോർ അടക്കരുത്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല, എന്റെ ചെറുക്കനകത്ത് പെട്ടുപോയി. കുഴപ്പമൊന്നുമില്ലല്ലേ? ചേട്ടൻ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ കയറി. നീ ഇത് എവിടെ? നീ ഞാൻ മകളിലായിരുന്നു. നിന്നെ കാണാതെ എന്റെ ചെറുക്കൻ കയറി പോയെന്ന് മേലെ. വിളിക്കാം. ലിഫ്റ്റിലോട്ട് വിളിക്കാം. ഹലോ ഹലോ ചേട്ടാ, നിങ്ങൾ എവിടെയാ? ഞാൻ ചേട്ടാ മകളിൽ നിന്ന് താഴെ ഇറങ്ങി റിസപ്ഷൻ ഇവിടെ നിൽപ്പുണ്ട്. അയ്യോ ചേട്ടാ, അതിന് 3 ദിവസം കഴിഞ്ഞ് തുറക്കാൻ പറ്റുള്ളൂ. ചേട്ടാ ടെൻഷൻ അടിക്കണ്ടേട്ടാ. 3 ദിവസം ഇവിടെ ഞാൻ നോക്കിയോളാം. 3 ദിവസം ഇവിടെ എന്റെ അടുത്ത് സേഫ് ആണെന്ന്. കൊച്ചാടാ, നീ ഇപ്പൊ നിൽക്കുന്നിടത്ത് അവിടെ തന്നെ നിന്നോ. 1/2 മണിക്കൂറിനകത്ത് മാമൻ അവിടെ എത്തിയിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ താരവിളയാട്ടം എന്ന സെഗ്മെന്റ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിങ്ങളുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. സോ അത് മിസ് ചെയ്യാണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യുന്ന 4 minute വീഡിയോ സെൻഡ് ചെയ്യുക. മേ ബി യു വിൽ ബി ദ നെക്സ്റ്റ് വൺ. നമുക്കറിയില്ല. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഇസ് കോമഡി മാസ്റ്റേഴ്സ് സേയിങ് ബൈ. ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah and Mamukoya. London classic casual shirts. Jewelry courtesy for Gopika. Planet Jewel. Costume courtesy for Gopika. Lagire.